ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കണ്ട കാര്യം ഈ ദേവു രേവതിയെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ശ്രുതി ചേച്ചി പ്രഗ്നൻ്റ് ആണല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ദേവു, നിന്നോട് ശ്രുതിയാണ് പറഞ്ഞല്ലേ? അതെ, അവരിപ്പോൾ ഗൈനക്കോളജിനെ കാണാൻ വേണ്ടി വന്നായിരുന്നല്ലോ. ശ്രുതി ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ എന്താ ചോദിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ട ശ്രുതി പ്രഗ്നൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കൺഫേം ആണല്ലേ? ചിലപ്പോൾ ഇവിടെ സച്ചിയേട്ടന് വല്ലാത്തൊരു ഡൗട്ടാണ്, ശ്രുതി കള്ളത്തരം പറയുകയാണെന്നൊക്കെ ഉള്ളൊരു തോന്നൽ. ഇത് കള്ളത്തരം പറയുന്നല്ല, ഇത് സത്യം തന്നെയാണ്. ശ്രുതി ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ അവർ ഗൈനക്കോളജിനെ കാണാൻ വേണ്ടി വന്നത്. ഗൈനക്കോളജിൻ്റെ ഇതും ഒക്കെ എന്നോടാണ് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അവർ രണ്ടുപേരും ചോദിച്ചത്. മീര ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ ശരിയടി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. സച്ചിയേട്ടാ, ഇപ്പം എന്തായി? സച്ചിയുടെ നിഗമനങ്ങളെല്ലാം തെറ്റിയില്ലേ? ശ്രുതി പ്രഗ്നൻ്റ് ആണ്. ഇത് കേട്ട സച്ചി ചിരിക്കുക. എന്താ സച്ചിയേട്ടാ സച്ചിയേട്ടൻ ചിരിക്കുന്നത്? വിശ്വാസമായില്ലേ? സച്ചിയേട്ടന് വിശ്വാസമായില്ലെങ്കിൽ വേണ്ട, എനിക്ക് വിശ്വാസമായി. അവൾ പ്രഗ്നൻ്റാ. അതുകൊണ്ടാണല്ലോ ആ ഗൈനക്കോളജിനെ കാണാനായിട്ട് ചെന്നത്. ദേവു അല്ലേ വിളിച്ച് നമ്മളെ പറഞ്ഞത് ഗൈനക്കോളജിനെ കാണാൻ വേണ്ടി മീരയും കൂട്ടിയാണ് അവൾ ചെന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും സച്ചി ചിരിക്കുക. സച്ചിയേട്ടാ ചുമ്മാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. സച്ചിയേട്ടൻ ഇതൊന്നും വിശ്വാസമാവില്ല. ഇവ കണ്ണിൽ നേരെ കണ്ടിട്ട് പോലും സച്ചിയേട്ടന് വിശ്വാസമാവുന്നില്ല. പിന്നെ ഞാൻ എന്ത് പറയാനാ? എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ടില്ല എന്നും ഇങ്ങനെ രേവതി പറഞ്ഞിട്ട് അങ്ങോട്ട് റൂമെല്ലാം അടിച്ച് വാരി തൂക്കാണ്. അപ്പോൾ സച്ചിക്ക് മനസ്സിലായി ഇത് ശ്രുതിയുടെ അടുത്ത അടവാണെന്ന് സച്ചിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീരയെയും അതേപോലെ തന്നെ ശ്രുതിയാണ് കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമാഞ്ഞ് നടക്കുകയാണ്. എന്താ ശ്രുതി, നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ചോദിച്ചപ്പോഴേക്കും ഇതുവരെയായിട്ട് അവരൊന്നും വിളിച്ചില്ലല്ലോ, എനിക്ക് ആകെ സങ്കടം സഹിക്കാനും പറ്റുന്നില്ല. ഇവരെന്താ വിളിക്കാത്തത്? പറഞ്ഞില്ലേ, ഈ ദേവ് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ കേട്ടതല്ലേ, എന്നിട്ട് പോലും അവർ വിളിക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല ഇനി നിന്നെ വിളിക്കുമെന്ന്. നിന്റെ ഭർത്താവ് പോലും നിന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ ആ വീട്ടുകാരിനെ വിളിക്കുമെന്ന് പ്രതീക്ഷയേ വേണ്ട. എൻ്റെ പൊന്ന് ശ്രുതി, ആ പ്ലാനുകളെല്ലാം അങ്ങോട്ട് അവസാനിപ്പിച്ചേര്. എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാൻ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. നീ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ പ്ലാന് തവിട്ട് പൊടിയായി പോയെന്ന് കരുതിയാൽ മാത്രം മതി. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ശരിയാ, ഇനി എൻ്റെ ഈ പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും നോക്കണം. എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് കയറി കൂടി പറ്റിയാൽ മാത്രം മതി എനിക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി. ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ വെപ്രാളം തോന്നുക. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ചന്ദ്രമാർ ചോദിച്ചു, നിനക്ക് എന്താടാ പറ്റിയത്? അമ്മേ ശ്രുതിയുടെ വിവരം അറിയാമല്ലോ അമ്മേ, ശ്രുതി ഒന്ന് കാണാനായിട്ട് പോകണം അമ്മേ. അങ്ങനെ ഈ ശ്രുതിയാണെങ്കിൽ വേറൊരു നിവൃത്തിയില്ലാതെ രവിയോടും ചെന്ന് പറയണം, അച്ഛനൊന്നും അമ്മയോട് സംസാരിക്കുക അച്ഛാ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക അച്ഛാ, എന്നാലും എനിക്ക് ശ്രുതിയെ കാണാനായിട്ട് പോകാൻ പറ്റുള്ളൂ. എടാ, ഞാൻ സംസാരിച്ചല്ലേ, ഇനി ഞാൻ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. ചന്ദ്രയുടെ മനസ്സ് മാറാനായിട്ട് പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്. നീ ഇവിടെ ചെയ്യേണ്ടത് ധൈര്യം സംഭരിച്ചങ്ങോട്ട് പോവുക. അത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. നിനക്ക് ധൈര്യമായിട്ട് പോടാ. നിൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടിയല്ലേ, നിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയല്ലേ, അപ്പം നീ പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറയാണ്, അത് ശരി, അങ്ങനെ ധൈര്യം സംഭരിച്ച് നിങ്ങൾ പോകുമോ? അങ്ങനെയാണെങ്കിൽ പോകാൻ നോക്ക് സുധി, നീ പോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എത്ര ധൈര്യത്തോടു കൂടി തന്നെ എന്നെ ധിക്കരിച്ച് പോയാലും പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. അറിയാലോ കാര്യങ്ങളൊക്കെ. അവൾ ഈ വീട്ടിലേക്ക് വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അതിന് നിങ്ങൾ ഒരടവും എൻ്റെ മുന്നിൽ പ്രയോഗിക്കേണ്ട യാതൊരു കാര്യമില്ല. ശ്രുതിയെ ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ച് പുറത്താക്കിയുള്ളൂ. പെരുങ്കള്ളിയാണെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതാ. എന്നിട്ട് പോലും അവളോട് ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഇത് ഞാൻ ക്ഷമിക്കില്ല. ശ്രുതി, നിനക്ക് വേണമെങ്കിൽ പോയിക്കോ ശ്രുതി, പക്ഷെ നീ വരുമ്പോൾ നിൻ്റെ അമ്മ ഇവിടെ ഉണ്ടാവില്ല. ഈ ജന്മത്തിൽ പിന്നെ നീ കാണത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. എന്താ അമ്മ ഇത്? ശ്രുതിയുടെ വയറ്റിൽ കിടക്കണം എൻ്റെ കുഞ്ഞല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് അവളെ കാണണമെന്നും ആ കുഞ്ഞിനെ ആലോചിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവൂലേ? അവളിവിടെ വന്നാലല്ലേ അവൾക്ക് വേണ്ടതല്ല എല്ലാ ആഹാരങ്ങളും ഭക്ഷണങ്ങളും എല്ലാം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. തിടഞ്ഞപ്പോഴേക്കും അവൾ പറയുന്നത് മുഴുവൻ പച്ച കള്ളമാന്നേ. ഇത് കേട്ട സച്ചിയും രേവതി അങ്ങോട്ട് വരിക. അപ്പോൾ രേവതി പറയാണ്, അമ്മേ പറഞ്ഞത് കള്ളമല്ല സത്യമാണെന്നും പറയണം. നിന്നോട് ആരെങ്കിലും ചോദിച്ചു ഇവിടെ അഭിപ്രായം? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ അഭിപ്രായം പറയാനായിട്ട് വരുന്നത്? സച്ചി, അവൾ അഭിപ്രായം പറയും. അവൾ ഈ വീട്ടിലെ പെണ്ണാ.
അതുകൊണ്ട് തന്നെ അവൾ അഭിപ്രായം പറയേണ്ട അവകാശം അവൾക്കുണ്ട്. മനസ്സിലായല്ലോ? അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, അല്ല നിന്നോട് ആരാ പറഞ്ഞത്? നിൻ്റെ കയ്യിൽ എന്താ വല്ല തെളിവുകളുണ്ടോ? എന്നെ ഇപ്പോൾ ദേവ് വിളിച്ചായിരുന്നേ. ദേവ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരി മീരയും കൂടി ഗൈനക്കോളജിനെ കാണാനായിട്ട് ചെന്നത്. അപ്പോഴാണ് മീരയെ കണ്ടത്. മീരയോടാ പറഞ്ഞത്, ഞങ്ങൾ ഗൈനക്കോളജിനെ കാണാൻ വേണ്ടി വന്നാണ്, ശ്രുതി ഗർഭിണിയാണെന്നൊക്കെ ദേവുവിനോട് പറയുകയുണ്ടായി. അപ്പം പിന്നെ വെറുതെ ആരെങ്കിലും അങ്ങോട്ട് വരുമോ? ഇതൊക്കെ കേട്ട് ചന്ദ്ര ഒന്ന് ആലോചിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ അമ്മേ, അതെ ഇപ്പോൾ ഇവരും പറഞ്ഞില്ലേ, സത്യമല്ലേ ഇതെല്ലാം കേട്ടത്? അപ്പോൾ പിന്നെ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വാ അമ്മേ. എന്തിനാ അമ്മയെ കൂട്ടിക്കൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇല്ലയെന്ന് പറഞ്ഞാൽ ഇല്ല, അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരേണ്ട പ്രശ്നമില്ല എന്തൊക്കെ സംഭവിച്ചാലും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരകത്തേക്ക് കയറിപ്പോവുകയാണ്. സച്ചിക്കിൻ്റെ അവധിക്ക് എന്ത് ചെയ്യണമെന്ന് പറയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ വർഷയെ കാണിക്കുകയാണ്. വർഷ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചു മൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പം വർഷയുടെ മുന്നിൽ കുറച്ച് ഫ്രൂട്ട്സുകളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുമുണ്ട്. അപ്പം ശ്രീകാന്ത് പറയാണ്, വർഷ നീ ആ ഫ്രൂട്ട്സ് കഴിക്കും, നീ പോടാ, ഞാൻ കഴിക്കില്ല, എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ കഴിക്കൂലെന്ന് പറഞ്ഞാൽ കഴിക്കൂല. ദേ എന്തിനാണ് വർഷ ഇത്? ദേ നിൻ്റെ വയറ്റിൽ കിടക്കുന്നത് നമ്മുടെ കുഞ്ഞല്ലേ, അപ്പോൾ ആ കുഞ്ഞിന് നല്ല ആരോഗ്യവും ഇതൊക്കെ ഉണ്ടാവണ്ടേ? അതിനു വേണ്ടി ഫ്രൂട്ട്സുകളെല്ലാം കഴിച്ചല്ലേ മതിയാവുള്ളൂ. നീ ഇങ്ങനെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെയും തളർത്തോട്ടോ, ഒന്ന് കഴിക്കുക, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓഹോ അത് ശരി, അത്രക്ക് വാശിയായല്ലേ? അത്രക്ക് വാശിയാണെങ്കിലേ ഞാനിപ്പോൾ രേവതി ചേച്ചിയെ വിളിക്കാം. രേവതി എടുത്തി എന്ന് വിളിക്കണം. എന്താ ശ്രീകാന്തേ? ഇത് കണ്ട രേവതി ഏട്ടത്തി കൊണ്ടുവന്ന് വെച്ച ഫ്രൂട്ട്സ് ഇതുവരെയായിട്ട് അവൾ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറയട്ടത്തി. അതെന്ത് പറ്റി വർഷമോളെ, നീ എന്താ കഴിക്കാത്തത്? എനിക്ക് വേണ്ട ചേച്ചി. അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, ഞാൻ വെച്ചുതരാം വായൽ, കഴിക്കി എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ ഫ്രൂട്ട്സ് കുറച്ച് വായലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതെ, അവളാണെങ്കിൽ റൂമിൽ ഒളിച്ചിരുന്ന് കഴിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത്, അവളോ? രേവതിയുടെ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? മറ്റാര്? നമ്മുടെ ശ്രുതിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ശ്രുതിയാണെങ്കിലേ ആരും കാണാതെ റൂമിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ ഇരുന്ന് വലിച്ചു വാരി അങ്ങോട്ട് കഴിക്കും. അവളോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്പ്പോഴേക്കും അതെന്താ ഫ്രൂട്ട്സ് കഴിക്കുന്നത്? അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, ശ്രുതിയും ഗർഭിണിയാണെന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചേച്ചി ഗർഭിണിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ, ശ്രുതി ഗർഭിണിയാ, പക്ഷേ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ആൻറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലല്ലോ ശ്രുതിയെ, ആ ഒരു കാര്യത്തിൽ. ഇത് കേട്ട വർഷയാണെങ്കിൽ പൊട്ടി ചിരിക്കുകയാണ്. നീ എന്തിനാ വർഷ ചിരിച്ചത്? ശ്രുതി ഏട്ടത്തിക്ക് അങ്ങനെ തന്നെ വേണം, ദൈവം കൊടുത്ത ശിക്ഷയാണ്. ദൈവം കൊടുത്ത ശിക്ഷയോ? അതെ, ദൈവം കൊടുത്ത ശിക്ഷ. എൻ്റെ പൊന്ന് വർഷേ, ഇതൊക്കെ ദൈവം കൊടുക്കുന്ന ശിക്ഷയല്ല, അനുഗ്രഹമാണ്. ഒരു കുഞ്ഞിനെ കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ്. നമുക്ക് കണ്ടറിയാം, ശ്രുതി ചേച്ചി ഇനി അനുഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് എന്തായിട്ട് ഞങ്ങളോടൊന്നും ആരോടൊന്നും ഒരു പറയാത്തത്? അതിന് നിങ്ങൾ ഇവിടെ തന്നെയല്ലേ, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവുവാ വിളിച്ചത്. ദേവു ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ഇവർ ചെന്നു എന്നാണ് പറഞ്ഞത്, ശ്രുതി ഗൈനക്കോളജിനെ കാണാൻ വേണ്ടി. അങ്ങനെ ദേവു കാര്യങ്ങളെല്ലാം അറിഞ്ഞത് എന്നോട് വിളിച്ച് പറയുകയും ചെയ്തു എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ വർഷേ, വേണ്ടതെല്ലാം കഴിച്ചോളാം, ഒരു കാര്യത്തിലും ഒരു കുറവും സംഭവിക്കാനായിട്ട് പാടില്ല, പറഞ്ഞ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വർഷ അങ്ങോട്ട് തീറ്റിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല, എങ്ങനെയെങ്കിലും ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരണമെന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ശ്രുതി ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ശ്രുതി സ്വപ്നം കാണുക. ആ സ്വപ്നം കണ്ട് തൻ്റെ കുഞ്ഞിനെ ലാളിക്കുന്നതും ശ്രുതിയും അപ്പുറത്തിരുന്ന് കുഞ്ഞിനെ ലാളിക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും വർത്തമാനം പറയുന്നതും അങ്ങനെതായ കുറേ സ്വപ്നങ്ങളെല്ലാം കണ്ട് ശ്രുതി അവിടെ നിന്ന് ചാടി അങ്ങോട്ട് എണീക്കുക. അപ്പോൾ ചാടി അങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, ഞാൻ എൻ്റെ കുഞ്ഞിനെയല്ലേ സ്വപ്നം കണ്ടത്, പക്ഷെ എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സിൽ നിന്ന് ഒട്ടും പോകുന്നില്ലല്ലോ, എനിക്ക് അവളെ കാണാനായിട്ട് ആഗ്രഹം തോന്നുവാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ നേരെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിച്ച് ശ്രുതിയും മീരയും നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, ശ്രുതിയാണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറി ഇന്ന് കോൾ എടുക്കുകയാണ്. ശ്രുതി എന്നെ വിളിച്ച് എന്താ ശ്രുതിയുടെ അമ്മയെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയില്ലേ? അമ്മയെ പേടിച്ചല്ലേ എന്നെ വിളിക്കാതിരുന്നത്, പിന്നെ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചത്? അത് പിന്നെ ശ്രുതി, ഞാനേ നമ്മുടെ കുഞ്ഞിനെ സ്വപ്നം കണ്ടു. കുഞ്ഞോ? ശ്രുതി ഗർഭിണിയല്ലേ,
പക്ഷേ എനിക്ക് ഒരു സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഞാൻ ആ കുഞ്ഞിനെ സ്വപ്നം കണ്ടത്, ആ കുഞ്ഞ് വീട്ടിൽ കളിച്ച് ചിരിച്ച് നടക്കുന്നതും വളരുന്നതും നമ്മുടെ ഇടയിൽ കിടന്ന് കളിക്കുന്നതും ഒക്കേതായ സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടത്. ഇത് കേട്ട ശ്രുതിക്ക് ആകെ സങ്കടം തോന്നുകയാണ്. അല്ല, ശ്രുതിയോട് ഇതാരാ പറഞ്ഞത്? അല്ല, ഭാമാൻറ്റി വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷമേ ദേവ് ഞങ്ങളെ വിളിച്ചായിരുന്നു. ദേവും പറഞ്ഞു ശ്രുതിയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുവെന്നും ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നാണെന്നും ഒക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഓ, അത് ശരി, അങ്ങനെയാണ് അറിഞ്ഞല്ലേ? അതേ ശ്രുതി, ഞാനേ ഗർഭിണിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ എനിക്ക് എന്നെ അങ്ങോട്ട് വരുത്തിക്കൂലല്ലോ, എന്നെ കൂടെ വരണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ആൻറ്റി. ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി, എനിക്ക് നിന്നെ കാണാനായിട്ട് കൊതിയാവുന്നു. ആണോ? എങ്കിൽ പിന്നെ ഞാൻ ഉടനെ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ വേണ്ട, ഇങ്ങോട്ട് വരണ്ട, ഇവിടെ അമ്മയില്ലേ, അമ്മ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. ശ്രുതി, ഞാനേ അങ്ങോട്ട് വരട്ടെ ശ്രുതിയെ കാണാനായിട്ട്? തീർച്ചയായിട്ടും ശ്രുതി, നീ ഉറപ്പായിട്ട് ഓടി എന്നെ കാണാനായിട്ട് വരണം. നിന്നെ കാണാനായിട്ട് എനിക്ക് കൊതിയാവുന്നു ശ്രുതി. നമ്മളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചെയ്തതിനെല്ലാം ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. നീ എന്നോട് പൊറുക്കില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ആ കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട, അതങ്ങോട്ട് വിട്ടേര്, ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞപ്പോഴേക്കും, എങ്കിൽ നീ ഉടനെ തന്നെ ഇങ്ങോട്ട് വരുമോ? തീർച്ചയായിട്ടും ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരും, നിന്നെ കാണുകയും ചെയ്യും. നമ്മളെ ഒരിക്കലും ആർക്കും പിരിക്കാനായിട്ട് കഴിയില്ല. ജീവിതകാലം മുഴുവനും നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കും ശ്രുതി എന്ന് പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക. അപ്പോൾ മീര ചോദിക്കുകയാണ്, എന്താ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴേക്കും, ശ്രുതിയെ വിളിച്ചത്, ശ്രുതി ഇപ്പം ഈ പാതിരാത്രി ഇങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞതെല്ലാം അവൻ്റെ മനസ്സിൽ തന്നെ ശരിക്കും കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം അവൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ മീരെ എന്ന് പറയണം. അപ്പോൾ നിൻ്റെ പ്ലാനുകൾ വർക്കൗട്ട് ആയല്ലേ? തീർച്ചയായിട്ടും വർക്കൗട്ടായി. ഇനി ഒന്നും പേടിക്കണ്ട. ഇനി അധികം താമസിയാതെ എന്നെ ആ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോകും എൻ്റെ ശ്രുതി എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും കൊള്ളാം, നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ജീവിച്ചത് കണ്ടാൽ മതി, എനിക്ക് അത്രയും വലിയ സന്തോഷം എന്നും പറയുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ശ്രുതി പതിയെ എണീറ്റ് സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങാം. ശശിയും രേവതിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രയ്ക്ക് ഉറക്കം വരുന്നില്ല. ചന്ദ്ര ശ്രുതി പറഞ്ഞ കാര്യങ്ങളും ശ്രുതി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് നമ്മുടെ ചന്ദ്രയും അവിടെ നിന്ന് എണീക്കുക. ചന്ദ്രയും അവിടെ നിന്ന് എണീറ്റ് നേരെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി നിൽക്കുന്നു. അപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയി അമ്മയെ കണ്ട്. എല്ലാവരും വരിക, രവിയും വരികയാണ്, സച്ചിയും രേവതിയൊക്കെ വരികയാണ്. നീ എങ്ങോട്ട് പോവാടാ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ എങ്ങോട്ടും പോകുന്നല്ല അമ്മേ, ഞാനിങ്ങനെ ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഈ ഹാളിൽ കൂടി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ്. നീ എന്താ ശ്രുതിയെ കാണാൻ വേണ്ടി പോവാണോ എന്ന് ചോദിക്കാം. ഇത് കേട്ട ശ്രുതി വീണ്ടും അങ്ങോട്ട് ഞെട്ടിപ്പോവാണ്. അത് പിന്നെ അമ്മേ, എനിക്ക് ശ്രുതിയെ കാണാൻ തോന്നുന്നു അമ്മേ, ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്വപ്നം കണ്ടു. ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ കളിച്ച് കിടക്കുന്ന ആ കുഞ്ഞിനെ ഞാൻ സ്വപ്നം കണ്ടു അമ്മേ. എൻ്റെ കുഞ്ഞിൽ അവളെ വയറ്റിലുള്ളത്, എനിക്ക് അവളെ കാണണം. വർഷയെ പോലെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള അധികാരം അവൾക്കും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരണ്ടമ്മേ? ഇല്ല, ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നില്ലമ്മേ, ഞാൻ അവിടെ പോയി കണ്ടോളാം. ഞാൻ അവളെ വിളിച്ചായിരുന്നു, എനിക്ക് അവളെ കാണണമെന്ന് അതിയായ മോഹം. എനിക്ക് ശ്രുതി ഒന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ ശ്രുതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമൊന്നും ഇല്ല അമ്മേ, എന്നെ കാണാനൊന്ന് അനുവദിക്കണം അമ്മേ, എനിക്കവളെ കാണാനായിട്ട് തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയാണെങ്കിൽ ഒന്ന് ചിരിച്ചതിന് ശേഷം പറയാണ്, അതെന്തിനാ നീ മാത്രം കാണാനായിട്ട് പോകുന്നത്? നമുക്ക് ശ്രുതി ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വരാലോ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. അതേന്നേ, നാളെ രാവിലെ ആവട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ശ്രുതിയുടെ അടുത്തേക്ക് പോകാം, അവളെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ഇത് കേട്ട് എല്ലാവരും സന്തോഷം നിൽക്കുകയാണ്. അപ്പോൾ സച്ചിൻ രേവതിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും പിടിച്ച് നോക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.